ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അടുത്ത ഘട്ടം അന്വേഷണം 2025 ക്രമക്കേടുകളിലേക്കും ഭരണസമിതികളിലേക്കും എത്തുകയാണ്. സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, നിലവിലെ തിരുവാഭരണം കമ്മീഷണർ R റെജിലാൽ തുടങ്ങിയവരെ കുടുക്കിലാക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. 2019 സ്വർണ്ണമോഷണം മറച്ചുവെക്കാനായാണ് ഈ വർഷത്തെ അറ്റകുറ്റപ്പണിയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രഹസ്യ നീക്കം ഉണ്ടായതെന്നും ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം തലപ്പത്തുള്ളവരിലേക്കും എത്തിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 40 വർഷത്തെ വാറന്റി പറഞ്ഞ് 2019 സ്വർണം പൂശിച്ച ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലും വൈകാതെ തന്നെ ചെമ്പു തെളിഞ്ഞിരുന്നു. 2024 തന്നെ അറ്റകുറ്റപ്പണി വീണ്ടും പോറ്റിയെ ഏൽപ്പിക്കാനും നീക്കം നടന്നിരുന്നു. പ്രസിഡന്റ് അടക്കം ഒപ്പിട്ട ഉത്തരവിറങ്ങിയെങ്കിലും അത് നടപ്പായില്ല. ഈ വർഷം ജൂലൈയിൽ വീണ്ടും തിടുക്കത്തിൽ തന്നെ നീക്കമുണ്ടായിരുന്നു. പോറ്റിയെ തന്നെ ചുമതലപ്പെടുത്താൻ ബോർഡ് വ്യഗ്രത കാട്ടിയത് കള്ളി വെളിച്ചത്താകാതിരിക്കാനാണെന്നാണ് ഹൈക്കോടതിയുടെ നിഗമനം. കൂടാതെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റെജിലാൽ നടപടികൾ വേഗത്തിലാക്കിയതെന്ന് കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തുകയും റെജിലാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ശബരിമല കേസിൽ ശില്പങ്ങളുടെ ഒറിജിനൽ തട്ടിയെടുത്ത് പകർപ്പ് പകരം വെക്കുന്ന കുറ്റമാണ് ചെയ്തതെന്നും വ്യക്തമാണ്. ഈ കുറ്റം സ്ഥിരീകരിച്ചാൽ കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തും. സ്വർണ്ണമോഷണത്തിന് പുറമെ പോറ്റി കൂട്ടരും ക്ഷേത്ര കലാരൂപങ്ങളുടെ കള്ളക്കച്ചവടം നടത്തുന്ന രാജ്യാന്തര മാഫിയയുടെ കണ്ണിയാണെന്ന സംശയവും കോടതി ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ 2025 തെളിവുകളും ശക്തമാണ്. അതിൽ ഒന്നാമത്തേത് ക്ഷേത്ര പരിസരത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്തണമെന്ന തന്ത്രി മഹേഷ് മോഹനരുടെ കത്ത് അവഗണിക്കുകയും 2025 സെപ്റ്റംബർ 3 ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറുവാനുള്ള ഉത്തരവ് ബോർഡ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. കൂടാതെ ടെൻഡർ വിളിക്കാതെ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ ഇല്ലാതെ അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യമായി ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വൈദഗ്ധ്യമില്ലെന്ന് 2025 ജൂലൈ 30 നൽകിയ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണർ നിലപാട് മാറ്റുകയും പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 21 നൽകിയ കത്തിൽ നടപടി വേഗത്തിലാക്കുകയാണെന്നും അറിയിച്ചിരുന്നു. കൂടാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തന്നെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുകയും ഹൈക്കോടതിയുടെ 2023 ഉത്തരവും ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് കടത്തുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കിലെ പേജുകൾ ജൂലൈ 28 ശേഷം ശൂന്യമായിരുന്നു. പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്തതും ഉത്തരവിറക്കിയതും അതിനുശേഷമാണെന്നുള്ള കാര്യത്തിൽ തെളിവുകളും ലഭിച്ചു. കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് പാളികൾ കൊണ്ടുപോയതെന്ന് ബോർഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പീഠങ്ങൾ പോറ്റിയുടെ തിരുവനന്തപുരത്തെ സഹോദരിയുടെ വീട്ടിലെത്തിയതിനും ദുരൂഹത നിലനിൽക്കുകയാണ്.